കേക്കച്ച നീ ചെവിയിൽ നുള്ളിക്കൂ, ഇനിയും വരുന്നത് രാഹുൽ ദിനങ്ങൾ. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് നീതി തേടി നമ്മൾ ആരംഭിച്ച മിഷൻ 250യുടെ 108ാം ദിനം. ഈ 108 ദിവസങ്ങൾക്കുള്ളിൽ സംഭവബഹുലമായ എത്രയോ സംഭവങ്ങൾ അരങ്ങേറി. ഒടുവിൽ രാഹുലിന് ജാമ്യം ലഭിച്ചു. രാഹുൽ പുറത്തിറങ്ങി. ഇപ്പോഴും ഈ 4.5 മാസങ്ങൾക്ക് ശേഷവും രാഹുലിനെ വളഞ്ഞിട്ടാക്രമിച്ചപ്പോഴും വ്യക്തിഹത്യ നടത്തിയപ്പോഴും രാഹുലിനെ ജയിലിലാക്കിയപ്പോഴും ഇവന്മാർ കരുതി ഇതോടെ രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവിൻ്റെ കഥ കഴിഞ്ഞു എന്ന്. എന്നാൽ ഓരോ ദിനങ്ങൾ ചെല്ലും തോറും രാഹുലിൻ്റെ ജനങ്ങളുടെ മനസ്സിലുള്ള ആ സ്ഥാനം വളരുകയാണ്. ഇന്ന് ഈ മിഷൻ 250യുടെ 108ാം ദിനവും i2i ന്യൂസ് രാഹുലിന് വേണ്ടി ശബ്ദിക്കുന്നതിൻ്റെ കാരണം ഞങ്ങൾ തുടക്കം മുതലേ തന്നെ പറയുന്നു, രാഹുലിനെ ഞങ്ങൾ വെള്ളപൂശുവാൻ ശ്രമിക്കുകയല്ല, പരിശുദ്ധനാണെന്ന് പറയുവാൻ ശ്രമിക്കുകയല്ല. പക്ഷേ ഒരു യുവനേതാവിനെ വളഞ്ഞിട്ട് ഒറ്റതിരിഞ്ഞവന്മാർ സംഘം ചേർന്ന് ആക്രമിക്കുന്നതിനെതിരെയാണ് ഞങ്ങൾ ആ നിലപാടെടുത്തതും ആ നിലപാടിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നതും. രാഹുലിനെതിരെ എടുത്തതുപോലെ തന്നെ എന്നെയും നിശബ്ദനാക്കുവാൻ, രാഹുലിന് വേണ്ടി സംസാരിക്കുന്ന എന്നെയും നിശബ്ദനാക്കുവാൻ, മറ്റൊരു എതിർസരം ഇവിടെ ഉണ്ടാകാതിരിക്കുവാൻ എനിക്കെതിരെയും 3 കേസുകൾ, അതും ജാമ്യമില്ലാ വകുപ്പുകളിട്ട് ഒരു പരാതിക്കാർ പോലും ഇല്ലാതെ സുമോട്ടോ കേസ് പോലീസ് എടുത്ത് എന്നെ വേട്ടയാടുകയായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ 10-20 ദിവസം എന്നെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കാതെ പോയത്. ഭയം നോടിയതല്ല. ഇപ്രകാരം ഒരു ഭരണകൂടം ഒരാളെ തീർക്കണമെന്ന് വിചാരിച്ച് തുനിഞ്ഞിറങ്ങിക്കഴിയുമ്പോൾ എനിക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതിയെ ശരണം പ്രാപിക്കുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കോടതിയെ ഞാൻ ആശ്രയിച്ചു. ആദ്യ 2 കേസുകളിൽ എനിക്ക് ജാമ്യം ലഭിച്ചു. 3ാമത്തെ കേസ് ഇപ്പോൾ ഇവന്മാർ എന്നെ കള്ളക്കേസ് കേസെടുത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്ന് ഞാൻ കോടതിയെ സമീപിച്ച് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട കോടതി റിപ്പോർട്ട് തേടി. ആ റിപ്പോർട്ടിൻ പ്രകാരം എനിക്കെതിരെ കേസുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. അതിന് പ്രകാരം ഒരു ഉത്തരവിറങ്ങി. അന്ന് രാത്രി 12:30 എനിക്ക് എതിരെ അടുത്ത കള്ളക്കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പ് ഇട്ട് കേസെടുത്തു. ആ വിഷയത്തിൽ ആ കേസിൽ ബഹുമാനപ്പെട്ട കോടതി കഴിഞ്ഞ ശനിയാഴ്ച നോട്ട് ടു അറസ്റ്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ സാഹചര്യത്തിലാണ് എനിക്ക് വീണ്ടും പുറത്തിറങ്ങുവാൻ സാധിച്ചത്. ഇതിൽ നിന്ന് മനസ്സിലാക്കുക, രാഹുലിനെ ഇവന്മാർ എത്രത്തോളം ഭയപ്പെടുന്നു. അതുപോലെ രാഹുലിന് വേണ്ടി ശബ്ദിക്കുന്ന എന്നെയും നിശബ്ദനാക്കുവാൻ, ഇല്ലാതാക്കുവാൻ ഇവർ നടത്തിയ ആ ഹീന പ്രവർത്തനങ്ങൾ നിങ്ങളറിയണം. അതിനെക്കുറിച്ച് വിശദമായ വാർത്തകൾ പിന്നാലെ. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് i2i ന്യൂസ് ആരംഭിച്ച മിഷൻ 250യുടെ 108ാം ദിനത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച ജനങ്ങളുടെ പ്രതികരണങ്ങൾ കേൾക്കുക. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. പത്തനംതിട്ട ജില്ലക്കകത്തിൽ മയിലാടുംപാറ മലയാളപ്പള്ളിക്ക് പോകുന്ന വഴിക്ക് മയിലാടുംപാറ, പേര് രഘു, മയിലാടുംപാറ INTUCയുടെ കൺവീനറും സേവാദളിന്റെ ഓൾ ഇന്ത്യൻസുമാണ് ഞാൻ. എൻ്റെ 14ാമത്തെ വയസ്സ് മുതൽ ഞാൻ കോൺഗ്രസ്സുകാരനാണ്. 14ാമത്തെ വയസ്സ് എൻ്റെ സമയകാലത്ത് അന്ന് എനിക്കൊരു കേസുണ്ടായി. ആ കേസ് സമയത്ത് അന്ന് റഹീം സാറായിരുന്നു കേന്ദ്രമന്ത്രിയായിട്ടിരുന്നത്. ആ പുള്ളിക്കാരനാണ് അന്ന് ഞങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ സമയം മുതൽ ഇന്ദിരാഗാന്ധിയെ 12 സല്യൂട്ട് സ്വീകരിച്ചാണ് ഞാൻ. സേവാദളുകാരനും രഘു, മയിലാടുംപാറ. ലോകത്തിൽ ഈ KM അറിയാം, KM മുരളീധരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മസുഹൃത്താണ്. എൻ്റെ എന്ത് കാര്യത്തിനും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കക്ഷിയുമാണ്. പക്ഷെ ആ മുരളിച്ചേട്ടൻ പോലും പറഞ്ഞതിനകത്ത് എനിക്ക് വലിയ സങ്കടം തോന്നിയിട്ടുണ്ട്. അതിനകത്ത് മുരളിച്ചേട്ടനെ ഞാൻ മിക്കവാറും വിളിക്കും. ഞാൻ അജീബ, അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട അന്ന് താലൂക്കാണ്. പത്തനംതിട്ട താലൂക്കിൽ നിന്ന് അന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ നേതാവ് എന്ന് പറഞ്ഞാൽ വിൽസം പിച്ചാക്കയായിരുന്നു. അന്നത്തെ കാലം മുതൽ ഇന്ന് വരെയും കോൺഗ്രസ്സുകാരനായിട്ട് നിൽക്കുന്നു. പിന്നെ കെ കരുണാകരനും കൂടെ കൂടി എൻ്റെ KM അച്ഛൻ. അയ്യോ എന്ന് ഉള്ളത് എനിക്കില്ല. എനിക്ക് കെ കരുണാകരൻ ലീഡറോട് വലിയ ഇഷ്ടമായിരുന്നു. മുരളിച്ചേട്ടനോട് അതുപോലെ തന്നെ. ഇപ്പോഴും മുരളിച്ചേട്ടൻ ഞാൻ വിളിച്ചാൽ എടുക്കും, എന്ത് കാര്യത്തിനും വിളിച്ചാലും എടുക്കുന്ന അങ്ങനെ നിന്ന് പ്രവർത്തിക്കുന്നു. ഈ രാഹുലിനെയും ഈ ഷാബി പറമ്പിലിനെയും ഇവരെല്ലാം കോൺഗ്രസിനകത്തിലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് നിന്നതിന് എൻ്റെ മോൻ എന്നെ വിളിച്ചു പറഞ്ഞേക്കുന്ന ഒറ്റ കാര്യമുണ്ട്. ചാച്ചാ, അച്ഛൻ പോയിട്ട് 50,000 രൂപ എൻ്റെ മോൻ എനിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു എൻ്റെ കുബേറ്റിൽ നിന്ന്. എൻ്റെ മോൾ 50,000 രൂപ അയച്ചു തരാമെന്ന് പറഞ്ഞു. എന്തുവാ അറിയാവോ? സതീശനെയും
ഈ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടിരുന്ന എനിക്ക് വേണ്ടി പേപ്പർ കൊടുത്തു വിട്ട് ഞാൻ രമേശൻ തമ്പി പോയനെ അവിടെ കൊണ്ടുവന്ന് പേപ്പർ കൊടുത്തിച്ച് പോകുന്നേ ഉള്ളൂ. പത്തനംതിട്ടയിൽ രഘു മയിലാടുംപാറ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കക്ഷിയാണ് ഞാൻ, രഘു മയിലാടുംപാറ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ സതീശൻ സീറ്റ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ, ഈ രമേശും കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ, എന്റെ മോനും മരുമോളും കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും എനിക്ക് 50,000 1 ലക്ഷം രൂപ അയച്ചു തരാമെന്നുള്ളതുണ്ടെന്ന് വെച്ചാൽ ഈ രമേശ് ചെന്നിത്തലയ്ക്കും ഈ സതീശനും വേണ്ടി എതിരായിട്ട് പോയി അവിടെ നിന്ന് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ആഴ്ച വിളിച്ചോണ്ട് പോയാലെ കൊണ്ടും പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അത് മാത്രമല്ല, എൻ്റെ കൂടെ അന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു 250 പേര് ഞങ്ങൾ പോകാനെ കൊണ്ട് ഞങ്ങൾ റെഡിയായിട്ട് നിൽക്കുക. 14ാമത് ഇന്ദിരാഗാന്ധി 19 സല്യൂട്ട് സ്വീകരിച്ച സലാം ദോജി എന്നും പറഞ്ഞ സല്യൂട്ട് സ്വീകരിച്ചവനാ ഞാൻ. അന്ന് ബിർവ എന്ന് പറയുന്ന ഒരു ദാമോദർ ഉണ്ടായിരുന്നു, പട്ടാളക്കാരനാണ്. അയാളായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്ത്. ഞങ്ങൾ 42 പേരായിരുന്നു. ആ 42 പേരിനകത്ത് ഞങ്ങളായിരുന്നു കോളേജിന്റെ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് നിർത്തി ഞങ്ങൾ അവിടെ വെച്ച് ഇന്ദിരാഗാന്ധിയെ സല്യൂട്ട് സ്വീകരിച്ച് കൊണ്ടുവന്നതും ഞങ്ങൾക്കായിരുന്നു ഫസ്റ്റ് മുൻഗണന. പക്ഷെ ഇന്ന് ഈ കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാലെ കൊണ്ട് ഇവന്റെ ഒക്കെ വകയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഈ മാങ്കൂട്ടത്തിനെ മൂഞ്ചിക്കാൻ പോകുന്നതിനകത്ത് ഇവൻ അനുഭവിക്കാൻ പോകുന്നതിന്റെ വലിയ ഫലം ഞാൻ പറഞ്ഞില്ലേ. ഇത് നിങ്ങൾ പത്തനംതിട്ട ജില്ല കെ മുരളീധരനെ വിളിച്ചു ചോദിച്ചേ രഘുവിനെ അറിയാവോന്ന്, അജീബെ വിളിച്ചു പോയിര്, കോൺഗ്രസ് പത്തനംതിട്ടയിലെ DCC പ്രസിഡന്റിനെ വിളിച്ചു പോയിര്. ഈ കേരളത്തിൽ അതുള്ള മിക്കവാറും ഉള്ളവർക്കെല്ലാം അറിയാം രഘു മയിലാടുംപാറ എന്ന് പറയുന്നത് ഒരു പാവം പിടിച്ച് ചേർക്കണം. എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് എത്ര വയസ്സെന്നറിയാം, 64 വയസ്സാകാൻ പോവാ. ഇവൻ എന്തിനാ കോൺഗ്രസിനകത്ത് വന്നേ? ഇവൻ നാളെ എന്നെ ഒന്ന് അകത്താക്കട്ടെ. വേറൊന്നുമില്ല പറയുന്നത്, എനിക്ക് 4 മക്കളാ ഉള്ളത്. ഞാൻ വേറൊന്നുമില്ല. ഇവൻ കാണിക്കുന്ന ശുദ്ധ പോക്കൃത്തരമായിട്ട് എവിടെ വേണമെങ്കിലും ഞാൻ കേസ് കൊടുത്താൽ കൊണ്ട് ഞാൻ അകത്ത് പോകാൻ തയ്യാറാണ്. എന്ന് വെച്ചാൽ എൻ്റെ പേര് രഘു മയിലാടുംപാറയാ. എന്ന് വെച്ചാൽ കുറെ ആത്മാർത്ഥ അഭിമാനവും വേണം. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇത്രേ പറഞ്ഞ് നിർത്തുന്നുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ മൊത്തം എണ്ണവും BJPക്ക് വോട്ട് കൊടുക്കും. ഞങ്ങൾ ഉറപ്പായിട്ട് നിൽക്കുക. BJPക്ക് വോട്ട് കൊടുക്കുകയും ചെയ്യും. ഇവന്മാർ ഈ ചെന്നിത്തല നിൽക്കുന്നിടത്തും മറ്റേ എന്നാ വന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. പിന്നെ 12 വെച്ച് ഒരു പ്രാവശ്യം ഞാൻ നമ്മുടെ സെൻറ്റ് വന്നിട്ട് അവിടെ വെച്ചൊന്ന് കണ്ടു. അത് ഷംസുദ്ദീനും ഞാനും ഞങ്ങളെല്ലാം കൂടെ ഒത്തിരി എണ്ണം ഉണ്ടായിരുന്നു. അന്നേരം എല്ലാം അവിടെ വെച്ചൊന്ന് കണ്ടെന്നുള്ളതേ ഉള്ളൂ. അവനെ ആണെന്നുണ്ടെങ്കിൽ അവന് വേണ്ടി വർക്ക് ചെയ്യാൻ ഞങ്ങൾ 25 പേര് വീതം അടങ്ങുന്ന ജാങ് ഞങ്ങളെ സ്ട്രോങ് ആയിട്ട് ഇവനെ തോപ്പിക്കാൻ വേണ്ടി പോകും. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്ടം പോലെ അമ്മമാരും പെങ്ങന്മാരും ഇഷ്ടം പോലെ ആൾക്കാരും അവന് വേണ്ടി ചെലവാക്കാൻ കാശ് മുടക്കി നിൽക്കുക ഇപ്പോഴും. അത് ഉറപ്പായിട്ട് പറയുന്നു. അത് രഘു മയിലാടുംപാറ പറയുന്നത്. അത് ഉറപ്പായിട്ട് ഞാൻ എത്ര ദിവസം കൊണ്ട് വിളിക്കാമെന്നറിയാവോ? അതെൻ്റെ ഒരു ദണ്ണമല്ല. ഞാൻ എൻ്റെ 14ാമത്തെ വയസ്സ് മുതൽ, അത് മാത്രമല്ല ഞാൻ ഒരു സ്ഥാനമാനങ്ങൾ പോയിട്ടില്ല, ഒരു കാര്യത്തിന് പോയിട്ടില്ല. DSC ഉണ്ടായപ്പോഴും NCP ഉണ്ടായപ്പോഴും കെ കരുണാകരൻ്റെ കൂടെയും മോൻ്റെ കൂടെയും മുരളിയുടെ കൂടെയും ഞങ്ങളെല്ലാം, ഞാനേ അജീബ, ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നതാ. അതുകൊണ്ടാണ് പറഞ്ഞ ആ സങ്കടവാ. അവന് വേണ്ടി ഞാൻ ഇനി കോടതി കയറ്റി എത്ര കോടതി കയറിയെന്ന് പറഞ്ഞാൽ ഞാൻ റെഡിയാ. പ്രതിപക്ഷ നേതാവ് അവനെ ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. എനിക്ക് പിന്നെ ഒന്നും അറിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ. ഉണ്ണിത്താനെ എനിക്കറിയാം, നേരിട്ടറിയാവുന്ന ഉണ്ണിത്താന്റെ മുണ്ട് പറിച്ചു വെച്ചനക്കെ ആ ഉണ്ണിത്താൻ പോലും പറഞ്ഞ പോക്കത്തെ വലിയ ഉണ്ണിത്താൻ മാധ്യമങ്ങളിൽ വന്നിരുന്നോണ്ട് വലിയ പ്രസംഗിക്കുമായിരുന്നു. അന്ന് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. പക്ഷെ കഴിവുള്ളവനാണെന്ന്. പക്ഷെ ഇവനെപ്പോലൊരു അവനും പറഞ്ഞെന്തോന്നറിയാവും, രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാക്കുമെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പാലക്കാടുകാർ നിൽക്കും. ഇവന്മാരെ തോപ്പിക്കാൻ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഉറപ്പാ, ഒരു മാറ്റമേ ഇല്ല. അതിന് ഞാൻ എൻ്റെ മക്കൾ 2 പേരും 1 ലക്ഷം രൂപ എനിക്ക് വേണ്ടി അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ വിളിച്ചോണ്ട് 50,000 രൂപ വെച്ച് എൻ്റെ മോളും മരുമോളും അങ്ങനെ 1 ലക്ഷം രൂപ എനിക്ക് കിട്ടും. അത് മാത്രമല്ല, ഞാൻ എൻ്റേതായിട്ടും എൻ്റെ ഭാര്യ, ഞാൻ, എൻ്റെ വീട്ടുകാർ, എൻ്റെ നാട്ടുകാർ മൊത്തം മയിലാടുംപാറയിൽ നിന്നുള്ള ഞങ്ങൾ ഒത്തിരി എണ്ണം, മയിലാടുംപാറയിൽ നിന്നല്ല, മയിലാടുംപാറ കുമ്പഴ പത്തനംതിട്ടയിൽ നിന്നുള്ളത്. എന്ന് വെച്ചാൽ അന്ന് DSC ഉണ്ടായൊക്കെ 3 വണ്ടിയല്ല ഞങ്ങൾ ആളിനെ വിട്ട്, 3 ബസ് അന്ന് ചോറും പൊതിയും കെട്ടി. DSC ഉണ്ടായപ്പം NCP DSC ഉണ്ടായി, പിന്നെ NCPയിലോട്ട് പോയി. 3 ബസ്സിലെ ചോറ് കെട്ടി ഞങ്ങൾ കൊല്ലം സമ്മേളനം കാണിച്ച കൊല്ലത്തൊഴുകിയ വെള്ളം ഇന്നും. അന്ന് ചോദിച്ചാൽ കേക്കറിനാൻ ചോദിച്ചാൽ ഇവന്മാരാരാന്ന്. അന്ന്
അജീബ പറഞ്ഞു, അജീബയും കെ മുരളീധരനും പറഞ്ഞു അത് പോകുന്ന ആ കുമ്പഴയിൽ നിന്ന് രഘുവിന്റെ കെയർ ഓഫിലാണ്, മയിലാടുള്ള കുമ്പഴ രഘുവിന്റെ കെയർ ഓഫിലാണ് പോകുന്നതെന്ന്. എന്നുവെച്ചാൽ ഞാൻ അത്ര കോൺഗ്രസ്സുകാരനാണ്. എന്നുവെച്ചാൽ എൻ്റെ നേതാവ്, ആദ്യത്തെ നേതാവ് പിന്നെ വിൽസൺ പിച്ചാക്കോ, രണ്ടാമത്തെ നേതാവ് മലയാളപ്പുഴ ഗോപാലകൃഷ്ണൻ മരിച്ചുപോയി. ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്നും മലയാള സ്ട്രോങ് ആയിരുന്നു. അതിനകത്ത് ഉള്ള കാര്യമാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞ് ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കോൺഗ്രസ്സുകാരൻ എങ്ങും ജയിക്കത്തില്ല, ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുന്നു. അത് BJP-ക്കാർ വോട്ട് വാങ്ങിക്കും. അത് കറക്റ്റ് കാര്യമാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പള്ളിക്കൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ മലേഷ്യയിൽ 1-2 തവണ ട്രൈ ചെയ്ത് കിട്ടിയില്ല. എന്റെ പേര് ശംസുദ്ദീൻ. രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് നിർത്തുമെന്ന് തോന്നുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതിന് ചെയ്യേണ്ടത് ഈ 14 ജില്ലയിലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്ടപ്പെടുന്ന ജനങ്ങളാണുള്ളത്. ഈ 14 ജില്ലയിലും ഞാൻ പറയുന്നത് എല്ലാ മണ്ഡലങ്ങളും 140 മണ്ഡലങ്ങളിൽ, അതായത് അവനെ ദ്രോഹിക്കാത്തത് UDF-ന്റെ ഘടകകക്ഷികൾ അവനെ ദ്രോഹിച്ചിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസ് നിർത്തുന്ന എല്ലാ മണ്ഡലങ്ങളിലും അവന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടാവണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതുപോലെ പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലയിലും പര്യടനം നടത്തണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒരുത്തനാണ് ഞാൻ. രാഹുൽ തന്നെ എടുക്കണം. രാഹുലിന്റെ കൂടെ ഉണ്ട് ജനം. കാര്യം മമതാ ബാനർജി എങ്ങനെ പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രിയായിരുന്നു സാറിന് അറിയാമല്ലോ. സാർ ചരിത്രം അറിഞ്ഞിട്ടുണ്ടല്ലോ. കോൺഗ്രസിന്റെ കൂടെ ആയിരുന്നു. കോൺഗ്രസ് ഒരു തവണ മമതാ ബാനർജിയെ തള്ളി പറഞ്ഞപ്പോൾ മമതാ ബാനർജി ഒറ്റയ്ക്ക് നിന്ന് മുഖ്യമന്ത്രിയായി. അതുപോലെ ഒന്നുകിൽ രാഹുൽ ഒരു പാർട്ടി കൊണ്ട് രൂപീകരിക്കുക, ഇല്ലെങ്കിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 70 ആണെങ്കിലും 80 ആണെങ്കിലും മണ്ഡലങ്ങളിൽ സ്വതന്ത്രനെ നിർത്തുക. അവന്റെ കൂടെ ഉണ്ട് ചെറുപ്പക്കാർ. ഇവിടുത്തെ ചെറുപ്പക്കാരുണ്ട്. എനിക്ക് 68 വയസ്സായവനാണ്. ചെറുപ്പക്കാർ വിദ്യാഭ്യാസവും പ്രവർത്തിക്കാൻ കഴിവും വിദ്യാഭ്യാസവും സാമ്പത്തികവുമുള്ള ചെറുപ്പക്കാരെ ഇവന്റെ കൂടെ ഉണ്ട്. അവരെ അണിനിരത്തി ഈ കോൺഗ്രസിന്റെ എല്ലാ കഴിയുന്നിടത്തോളം ഉള്ള കോൺഗ്രസിന്റെ മണ്ഡലങ്ങളിൽ അവന്റെ പിള്ളേരെ നിർത്തണം എന്നുള്ള ഒരു ആഗ്രഹക്കാരനാണ് ഞാൻ. കാര്യം ഈ VD സതീശനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും മറ്റേ വേണുഗോപാലും എല്ലാം കാണിക്കുന്ന വൃത്തികേടിന് ഇവൻ കെ സുധാകരനോടൊപ്പം നിന്ന് ഇവര് എല്ലാ മണ്ഡലങ്ങളിലാണ് നടത്തുന്നത്. കെ സുധാകരനെ കൂടെ ഇവർ പാർട്ടി ഉണ്ടാക്കി അതിലോട്ട് നയിക്കണം. ശശി തരൂരിനെ പോലെയുള്ള കെ സുധാകരനെ പോലെയുള്ളവരെ ഈ കോൺഗ്രസുമായിട്ട് കുറച്ച് ഇടഞ്ഞു നിൽക്കുന്നവരെല്ലാം കൂട്ടിയിട്ട് ഇവരിറങ്ങണം. ഈ കേരളം അവരുടെ കയ്യിൽ ഇരിക്കണം. ആ കണ്ടീഷനിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹക്കാരനാണ് ഞാൻ. ഇവിടുത്തെ കോൺഗ്രസ് ഇത്രയും ചെറ്റത്തരം കാണിക്കുന്ന ഒരു പാർട്ടി ഇന്ന് കേരളത്തിനകത്ത് വേറെ ഇല്ല. കൂടെ നിൽക്കുന്നവരെ തള്ളിപ്പറയുന്ന ഒരു പാർട്ടി. അത് അതേസമയം ഇടതുപക്ഷമാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു അണിക്ക് അവരുടെ മെമ്പർ ആവണ്ട, അവരുടെ പാർട്ടി മെമ്പർ വേണ്ട, അതിന്റെ ആ പാർട്ടിയുടെ അനുഭാവിക്ക് ഒരു കാര്യം വന്നാൽ അവര് ഏത് അറ്റം വരെയും ആ പാർട്ടിക്കാർ പോകും. അതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോൾ നമ്മളെ കോൺഗ്രസ്സുകാർക്ക് എന്നെയൊക്കെ പോലെയുള്ളവർ ഇവിടെ കോൺഗ്രസിന് വേണ്ടി എന്റെ കുട്ടിക്കാലം 11 വയസ്സിൽ തുടങ്ങിയതാണ് ഈ കോൺഗ്രസിന് വേണ്ടി. ഞാൻ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുമുണ്ട്. ജയിച്ചില്ലെങ്കിലും മത്സരിച്ചിട്ടുണ്ട് 1-ലധികം തവണ. പക്ഷേ വേറെ കാരണം എന്ന് പറയുന്നത് നമ്മളെ പാർട്ടിക്കാർ നമ്മളെ തിരിഞ്ഞു കുത്തും. അങ്ങനെയാണ് നമ്മൾ തോൽക്കാനും കാരണങ്ങൾ. വേറെ ഈ നമ്മൾ മത്സരിക്കാൻ നിന്ന നമ്മുടെ പാർട്ടിക്കാർ നമ്മളെ തിരിച്ചു കുത്തും. ഇതാണ് ചെയ്യുന്നത്. അവർ കൂടെ വന്നിട്ട് മറ്റവരോടൊത്ത് കളിക്കും. അങ്ങനെയാണ് നമ്മുടെ പാർട്ടി ഈ കണ്ടീഷനിലെത്തിയത്. കോൺഗ്രസ് നല്ലൊരു പ്രസ്ഥാനമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അത് കഴിഞ്ഞു. ഇപ്പൊ ആ ഒരു പ്രസ്ഥാനത്തിന് യാതൊരു വിലയുമില്ലാത്ത കണ്ടീഷനിൽ കേരളത്തിൽ എത്തിച്ചു കഴിഞ്ഞു. രാഹുലിനെ ഇതുപോലെ ശോഭകേട് ചെയ്യാൻ ശ്രമിച്ചിട്ടും രാഹുലിന്റെ ആ ജനങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനം വർദ്ധിച്ചതല്ലേ ഉള്ളൂ സാറേ? അത് എന്നെയും സാറിനെയും പോലെ ഉള്ളവരുടെ ആ ഹൃദയത്തിനകത്തുള്ള ആ പ്രാർത്ഥന ഉണ്ടല്ലോ സാറേ, അത് വളരെ വളരെ ക്ലിയർ ആക്കിയിട്ട് കൊടുത്തു. ഇന്നലെ വെളിയായപ്പോഴും അതിനകത്തും ചിരിച്ചോണ്ട് നമ്മുടെയൊക്കെ ആ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഞാൻ നമസ്കരിക്കാൻ 5 ഭാഗത്ത് പള്ളിയിൽ പോകുന്നതാണ്. ഞാൻ പള്ളിയിലിരുന്ന് പോലും അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവനോടും അവന്റെ അമ്മയോടും സഹോദരിയോടും ഈ കേക്കത്തിനും കൂട്ടരും കാണിച്ചിട്ടുള്ള ഈ അനീതിക്കും അക്രമത്തിനും അതിന് അവർ പണി കൊടുക്കണം. ഈ കേക്കത്തിനും രമേശ് ചെന്നിത്തലയ്ക്കും വേണുഗോപാലിനും പണി തന്നെ കൊടുക്കണം. ഇവർ കൊള്ളൂല. കെ മുരളീധരൻ ഇവർ 4 പേരും എവിടെ നിന്നാലും തോപ്പിക്കത്തക്ക. പാലക്കാട് രാഹുൽ നിൽക്കുമെങ്കിലും ഞാൻ പാലക്കാട് പോകും. എനിക്കിനി എത്ര യാത്ര ചെയ്യാൻ വയ്യെങ്കിലും ഞാൻ പാലക്കാട് പോകും. അവന് വേണ്ടിയിട്ട് ഞാൻ പോകും. പാർട്ടിക്കാരന് എന്നെ എന്ത് പറഞ്ഞാലും ശരി, എന്ത് ചെയ്താലും ശരി, ഞാൻ രാഹുലിന് വേണ്ടി ഞാൻ പാലക്കാട് പോയി പ്രവർത്തിക്കും സാറേ. ഞാൻ തീർത്ത് പറയല്ലേ സാറിൻ്റെ അടുത്ത്. എന്നെ കൊണ്ട് ഒക്കുന്നത് ഞാൻ ചെലവാക്കി ഞാൻ അവിടെ പോയി അവന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. 5 ദിവസങ്ങളിൽ ഞാൻ അവിടെ പോയി അവന് വേണ്ടി പ്രവർത്തിക്കാതിരിക്കില്ല. ഞാൻ തീർത്ത് പറയുന്ന കാര്യമാണ്. എന്നെ പോലുള്ള ഒരുപാട് പേരുണ്ട് കോൺഗ്രസിലുള്ള തന്നെ, കോൺഗ്രസിന്റെ പ്രവർത്തകരായിട്ടുള്ളവർ അവന് വേണ്ടി പ്രവർത്തിക്കാൻ, അവൻ എവിടെ നിന്നാലും പോകാൻ
തയ്യാറായിട്ട് നിൽപ്പുണ്ട്. മറ്റന്മാരെ തോപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന ഞങ്ങളെ ബന്ധുക്കള് ഏതെല്ലാം ഒരു 4 പേര് നിൽക്കുന്ന സ്ഥലത്ത് ആരൊക്കെ ഉണ്ടോ അവരോട് എല്ലാം പറയും. ഈ പറവൂരായിരുന്നാലും ശരി, രമേശ് ചെന്നിത്തല നിൽക്കുന്ന കായംകുളത്തായിരുന്നാലും ശരി, എവിടെ ആയിരുന്നാലും ശരി നമ്മളെ കൊണ്ട് ഒക്കുന്ന ഞങ്ങൾ ചെയ്യും സാറ്. അതിന് വേണ്ട സാറ് ഇതിൽ നിന്ന് പിൻവാങ്ങരുത്. സാറ് ഒരു കാരണവശാലും പിൻവാങ്ങരുത്. ഒരു കാരണവശാലില്ല. എനിക്കെതിരെ ഇപ്പം രാഹുലിന് ഇട്ട പോലെ തന്നെ 3 കേസുകൾ ജാമ്യമില്ലാ വകുപ്പിട്ട് എനിക്കെതിരെ 3 കേസ് ഇട്ടു. 3 കേസിലും ഇതുപോലെ എന്ത് വന്നാലും നമ്മളിതാ കോടതിയിൽ ഫൈറ്റ് ചെയ്യാണ്. കോടതിയുടെ നോട്ട് അറസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഇന്നലെയാണ് എനിക്ക് പുറത്ത് ഞാൻ വന്നത്. കഴിഞ്ഞ ഇത്ര ദിവസമായി മാറി നിൽക്കുകയായിരുന്നു. സാറ് അത് തന്നെ, സാറ് പിന്മാറരുത്. ഞങ്ങളെ പോലുള്ളവർക്ക് സാറിനെ പോലുള്ളവർ വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ നമ്മളൊക്കെ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ജീവൻ പോയാലും നമ്മൾ ഇതിനകത്ത് നിന്ന് എടുത്ത നിലപാട് നമുക്ക് മാറത്തില്ല. ഇന്ന് നമ്മൾ രാഹുലിന് നീതി തേടിയുള്ള മിഷൻ 250യുടെ 108ാം ദിവസമായി. ഇന്ന് നമ്മൾ ഒരു മാറ്റവും ഇല്ല. നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. ITI ന്യൂസിനോടൊപ്പം ഞങ്ങള് എല്ലാവരും ഉണ്ടാവും. ഒന്നും കിട്ടുമെന്നല്ല, ലക്ഷം കൂടെ ഉണ്ട് സാറേ. ഈ രാഹുൽ എന്ന് പറയുന്ന ആ ചുണക്കുട്ടിക്ക് കേരളത്തിൽ ജീവിക്കാൻ പറ്റത്തില്ലേ? ആ കുഞ്ഞ് എപ്പോഴും ഇങ്ങനെ കഷ്ടം അനുഭവിച്ചുകൊണ്ടിരുന്നാൽ പോരല്ലോ സാർ, അതിനൊരു പ്രതിവിധിയില്ലേ? അതിനുള്ള അവസരമാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതിനു മുന്നേ അവരങ്ങ് ഇനി വീണ്ടും ഒരു കേസ് ഉണ്ടാക്കി ജയിലിലാക്കി കളഞ്ഞാൽ എന്ത് ചെയ്യും? അവന്മാർ ഒന്നല്ല 9 കേസ് ഇതേ പണിയുമായിട്ട് അവന്മാർ വരും. അവന്മാർ ഉദ്ദേശം എന്ന് പറയുന്നത് ഇയാളൊരു ഹാബിച്വൽ ഒഫൻഡറാണ്, ഒരു സ്ത്രീ പീഡകനാണെന്ന് വരുത്തി തീർക്കുകയും കോടതിയിൽ ഇതിന്റെ ആന്റിസിഡൻസ് നിലവിൽ 3 കേസുണ്ട്, 4 കേസുണ്ട്, ഇങ്ങനെ ചുമ്മാ ആരോപണം. ഇത് വിജയിക്കുമോ നിൽക്കുമോ എന്നല്ല നോക്കുന്നത്. ഇതുപോലെ എണ്ണം കൂട്ടി ഇതുപോലത്തെ കള്ളപ്പരാതി കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടില്ലേ, ഒരു 20-25 ദിവസം അതേ ഒന്നേ പോവും. ഇങ്ങനെ ഒരു 2-3 കള്ളപ്പരാതിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തും. ആളുകളുടെ ശ്രദ്ധ മുഴുവൻ അതിലാകും. അവനെ നശിപ്പിക്കാം, ഇവന്മാർക്ക് രക്ഷപ്പെടാമെന്നുള്ള ഒറ്റ സ്ട്രാറ്റജിയിലാണ് ഇവന്മാർ പോകുന്നത്. മനസ്സിലാക്കണം. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഈ കുഞ്ഞിന്റെ ഭാവി പോകുന്നില്ലേ? അവൻ ജയിലിലായി കഴിഞ്ഞാൽ അവൻ എവിടെങ്കിലും നിൽക്കാൻ പറ്റുമോ സ്ഥാനാർത്ഥിയായിട്ട്? അല്ല, ഇപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഇമ്മീഡിയറ്റ്ലി അയാൾ ഹൈക്കോടതിയിൽ പോയി ഈ വ്യക്തിപരമായും രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കാനും വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞ് കോടതിയെ ബോധിപ്പിച്ച് കോടതിയെ കാര്യങ്ങൾ ധരിപ്പിക്കുക, ഈ കള്ളക്കേസുകൾ പൊളിക്കുക. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരും അതുപോലെ തന്നെ പാലക്കാടും രാഹുൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സകല ക്രമീകരണങ്ങളും ജനങ്ങൾ മുഴുവൻ അവനെ സപ്പോർട്ട് ചെയ്യണം. അത് ചെയ്യാൻ സാറാ. പക്ഷേങ്കിൽ ഇവനുള്ളിൽ ജയിലിലായി ചെയ്യുമെന്നുള്ള ഞങ്ങൾ പാലക്കാട്ടുകാരല്ല. പക്ഷെ ഞങ്ങൾക്ക് എന്നിലും രാഹുലിന് ഇത്രയും കഷ്ടം അനുഭവിക്കേണ്ടി വരുന്നത് കാരണം അത് അവനെ ഭയപ്പെടുന്നു. അവനെ ഇപ്പോഴും ഭയപ്പെടുന്നു ഇവന്മാര്. കേരളത്തിലുള്ള ഇവന്മാര് 3 പാർട്ടിക്കാരും ഭയപ്പെടുന്ന ഇവരെ മാത്രമാണ്. അതുകൊണ്ട് പക്ഷേ ഇവന് നഷ്ടപ്പെട്ടു പോയാൽ അങ്ങനൊന്നും പോകില്ല. അങ്ങനൊന്നും പോകില്ല. ഇത് വെള്ളരിക്കപ്പെടണോ? അത് അവസാനം സത്യം തന്നെ ജയിക്കും. ഇത്തരത്തിലുള്ള പ്രതിസന്ധികളും പ്രതിബന്ധവും ഉണ്ടായാലും അവസാനം ജയിക്കുന്നത് സത്യം മാത്രമായിരിക്കും. ഇതിവനെ കൂടുതൽ കരുത്തനാക്കുകയും ഇവനെ കൂടുതൽ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇവന്റെ സ്ഥാനം ഉറപ്പിക്കുകയും ഇതിലൂടെ ചെയ്യുന്നു. ഇവന്മാര് വ്യക്തിഹത്യ ചെയ്ത് ഇവനെ നശിപ്പിക്കാമെന്ന് കരുതുമ്പോൾ ഓരോ ദിവസവും ജനങ്ങളുടെ മനസ്സിൽ രാഹുലിന്റെ സ്ഥാനം ഇവന്മാർ ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവൻ സ്ത്രീ പീഡകനാണെന്നും ഇവൻ ഇത്രയും മ്ലേച്ഛനാണെന്നും വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോഴും ഇവനോടുള്ള താല്പര്യവും ഇഷ്ടവും അമ്മമാർക്ക് കൂടുകയല്ലേ ഉള്ളൂ അവനോട്. അത്രേ ഉള്ളൂ സാർ, അത്രേ ഉള്ളൂ. 10,000-കണക്കിന് ജനങ്ങളാണ് അപ്പം അവനോട് നിൽക്കുന്നത്. മനസ്സ് വിഷമിക്കും. ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് വിഷമിക്കുന്നത്. ഒരു കുഞ്ഞിനെ ജയിലിലാക്കി അനാവശ്യം പറഞ്ഞു. ഈ സർക്കാർക്ക് വേറൊരു ജോലിയില്ലേ നമ്മൾ ഓർക്കും. പ്രതിപക്ഷത്തിനും ജോലിയില്ല, ഭരണപക്ഷത്തിനും വേറെ ജോലിയില്ല. ഒരു മനുഷ്യന്റെ നിലനിർത്തികൾ നോക്കി നടക്കുക അവര്. അപ്പൊ നമുക്ക് ഫുള്ള് വേദനിക്കുന്നുണ്ട്. ഈ കുഞ്ഞിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നല്ലോ, പ്രതികരിക്കാനും പറ്റുന്നില്ല. 100% വെച്ചും വീഡിയോ നമുക്കറിയാം. പക്ഷെ അവർക്കതിന് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അവരുടെ സ്ഥാനമാനങ്ങൾ അത്രയാ, കോടികൾ ചെലവഴിക്കാനും അവർക്ക് സാധിക്കും. പക്ഷെ ഡെലിവറിയായി ഒരു ആദം കുഞ്ഞിനെ പോലെ രാവിലെ കഷ്ടം അനുഭവിക്കേണ്ടി വരുന്നത് കാണുമ്പോൾ നമുക്കത് സങ്കടം. നമുക്കിതിന് നേരെ നമ്മളിതിനെ ജയിച്ചുകൊണ്ടിരുന്ന പോലെ ഇതിനൊരു പ്രതിവിധി വേണ്ടേ? നമുക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഇങ്ങനെ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കാൻ ജാമ്യം കിട്ടണേ, ജാമ്യം കിട്ടണേ, പുറത്തിറങ്ങണേ. എന്റെ ആദ്യം ഞാൻ സ്തോത്രം ചെയ്തിട്ടാണ് പിന്നെ ഈ വാർത്ത കേൾക്കുന്നത്. സാറിന്റെ വാർത്ത കുറച്ച് ദിവസം കണ്ടില്ല. എനിക്കെതിരെ 3 ജാമ്യമില്ലാ കേസുകളാണ്, 1-2 അല്ല, 3 ജാമ്യമില്ലാ കേസുകളാണ് എടുത്തിട്ടിരുന്നത്. ആദ്യത്തെ കേസിൽ കോടതിക്ക് ഇത് കള്ളക്കേസാണെന്ന് മനസ്സിലാക്കി ജാമ്യം അനുവദിച്ചു. രണ്ടാമത് ഞങ്ങൾ ഇതുപോലെ വ്യാജ കേസെടുത്ത് ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കോടതി വിശദീകരണം തേടി. പോലീസ് റിപ്പോർട്ട് കൊടുത്തു, ഒറ്റ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന്. അതിന്റെ പ്രകാരം ഉത്തരവ് വന്ന ആ ദിവസം രാത്രി 12:30 എനിക്കെതിരെ അടുത്ത വ്യാജ കേസിട്ട് പരാതിക്കാരി പോലും ഇതല്ലാതെ ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്തു. കഴിഞ്ഞ ദിവസം കോടതി അറസ്റ്റ് പാടില്ല എന്ന് ഉത്തരവിട്ടു.
ആ സാഹചര്യത്തിലാണ് എനിക്ക് ഇന്ന് വീണ്ടും സംസാരിക്കാനുള്ള അവസരം ഉണ്ടായത്. ഇവർ രണ്ടും കൂടെ ഒന്നിച്ചു വന്നിരിക്കുന്ന ഭരണപക്ഷവും VD സതീശനും ഞങ്ങൾ ആദ്യമേ തൊട്ടേ പറയുന്നില്ലേ, ഇവർ രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. യുവന്മാരുടെ പദ്ധതിയും പ്ലാനിങ്ങുമാണ്. യുവന്മാരുടെ ആവശ്യമാണ് രാഹുൽ ഇല്ലാതാകേണ്ടുന്നതെന്ന് നമ്മൾ പറഞ്ഞത് വളരെ കറക്റ്റ് ആയില്ലേ? പക്ഷെ മനസ്സിലാക്കിയപ്പോ അതാ നമ്മുടെ ആ നിലപാടിൽ അന്നും ഇന്നും നിലപാടിൽ മാറ്റമില്ല. നമ്മൾ തുടങ്ങി വെച്ച മിഷൻ 250യുടെ ഈ കള്ളനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മൾ ആരംഭിച്ച മിഷൻ 250യുടെ 108ാം ദിവസമായി. ഇന്നും നമ്മൾ നമ്മുടെ നിലപാടിൽ മാറ്റമില്ല. രാഹുലിനെ ഇത്രയേറെ ശോഭ കിട്ടും. ഇന്നും ഇതാ രാഹുൽ ഇപ്പോൾ പുറത്തു വന്നു. വളരെ ശക്തനായി തന്നെ മുന്നോട്ട് വരും. തൃശ്ശൂരിൽ നിന്നാണ് സാറെ വിളിക്കണേ. പേര് ജസ്റ്റിൻ. ഇത് ഇനിയിപ്പോ മനുഷ്യന്മാർക്ക് ഇപ്പൊ ജീവിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഏത് രീതിയിൽ ജീവിക്കാൻ പറ്റുമോ? ഈ രാവിലെ ഇതേപോലെ ഇട്ട് കുറെ മറ്റേ മാധ്യമങ്ങൾ കണ്ടില്ലേ ഇന്നലെ പട്ടി ഷോ കാണിക്കുന്നത്. ഉമ്മാരുടെ പട്ടി ഷോ എന്ത് പട്ടി ഷോയാ? ഇവന്മാരുടെ ചാനൽ മുതലാളിമാര് ഇറക്കി വിട്ടേക്കാണ് അവന്മാർക്ക് വേണ്ടുന്ന ദൃശ്യങ്ങൾ എടുക്കാൻ വേണ്ടി. അവനൊക്കെ ഗതികേട് കൊണ്ട് ചെയ്യുന്നതല്ലേ, വയറ്റിപ്പഴപ്പിന് ചെയ്യുന്നതല്ലേ. അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനം. അയ്യോ ആ അമ്മയുടെയും ആ അവന്റെ പെങ്ങളുടെയും അവരുടെ ഒക്കെ അവസ്ഥ എന്താ? ഇവരന്ന് തെരച്ചു കയറി പെരക്കാത്ത വല്ല ചോറുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് പിന്നെ മറ്റേ ക്യാമറയിൽ തൂക്കി പോയിരിക്കുവാണ് അവിടെ എന്നറിയാനായിട്ട്. ഭയങ്കരമായ നമ്മൾ പിന്നെ നമ്മുടെ വീടിക്കുറ്റി പിന്നെ വലിയ പുണ്യാളനാണല്ലോ. വീടിക്കുറ്റിയുടെ അവസ്ഥ എന്താവും ഇനി? വീടിക്കുറ്റി ഇനിയാണ് അവൻ എടുക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞു അവന് എപ്പോഴേലും ഏതേലും വേദിയിൽ വെച്ച് കണ്ട ഞാൻ പഞ്ചായത്ത് കയറി നിന്നിട്ടാ പറഞ്ഞിട്ട് വന്നത്. ഇവന് ഏതേലും വേദിയിൽ വെച്ച് എന്റെ മുമ്പിൽ ഇവനെ കണ്ടു കഴിഞ്ഞാൽ തെറി പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നില്ലെന്ന് പറഞ്ഞു. ഇതെല്ലാം വീഡിയാണ് ഇതിന്റെ പിന്നിൽ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലായില്ലേ? ഉറപ്പല്ലേ? വീഡിയുടെ കൂട്ടത്തിൽ കേക്ക് തിന്ന ആളും CPM വന്ന മറ്റേ മെമ്പർ പറഞ്ഞു കേട്ടില്ലേ? ഇതെല്ലാം കാര്യം ഇപ്പോഴത്തെ കറക്റ്റായ കാര്യം തന്നെയല്ലേ അത് പറഞ്ഞത്? ഇനിയിപ്പോ അടുത്ത പേരില് രാഹുൽ ഈശ്വറിന്റെ പേരില് വേറെ ഏതോ കേസ് എടുക്കാൻ പോവാന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. എന്റെ പേരിൽ ഇപ്പൊ 3 കേസായി ഈ വിഷയത്തില്. ജാമ്യമില്ലാ വകുപ്പിൽ ചേർത്ത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ജനങ്ങളെല്ലാം പ്രതികരിക്കുകയാണെങ്കിൽ എല്ലാ ജനങ്ങളുടെ പേരിൽ കേസ് എടുത്തിട്ട് കൊണ്ടുപോയാണല്ലോ എടുത്ത. ഇപ്പൊ രാഹുലിനെ അറസ്റ്റ് ചെയ്തോടൊപ്പം തന്നെ നമ്മളെ അറസ്റ്റ് ചെയ്ത് അകത്തിടാനുള്ള പദ്ധതിയായിരുന്നു ഇവന്മാര്. യൂട്യൂബിലുണ്ടായിരുന്ന കുറേ മാധ്യമങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ഇതുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരുടെയും വായ അടപ്പിച്ച് കളഞ്ഞവര്. അവനോട് അനുകൂലിച്ച് സംസാരിക്കുന്ന ഒരുത്തനെ നിർത്താതെ തന്നെ എല്ലാരും ഒതുക്കുക എന്നുള്ള ഒരൊറ്റ അജണ്ടയായിരുന്നു അവരുടെ കയ്യില്. പക്ഷെ ജനങ്ങൾക്ക് സത്യം മനസ്സിലായില്ല ഇതിന്റെ എല്ലാം പിന്നിൽ. ഇപ്പൊ ആരെ വായടപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മള് ജനങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലായി. ഞാനിപ്പോഴും പറവൂരുള്ള കുറച്ച് ആൾക്കാർ എന്റെ സ്കൂളിന്റെ അടുത്ത് സ്കൂളില് ചേപ്പ് പണിക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ അവിടെ ചെന്ന് എന്നും അടിയാ വീടുമായിട്ട്. നിന്റെ നാട്ടുകാരൻ വീട് വിളിച്ച് നമ്പർ മേടിച്ചിട്ടുള്ളതാടാ, ഞാൻ ആളെ വിളിച്ചിട്ട് പറഞ്ഞോളാടാന്ന് പറഞ്ഞു ഞാൻ. അന്നപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഇപ്പൊ മറ്റേ ഇവനെ അങ്ങോട്ട് പുറത്താക്കാലോ. അവന്റെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ അമ്പലക്കൊള്ളക്കാരൻ കൊണ്ടുപോയിട്ട് 2 കോടി ഇട്ടു എന്നാണ് പറഞ്ഞ ആ ബാങ്കില്. എന്നാ പിന്നെ ഇതിലും വലിയ കേസല്ലേ അത്? എന്നാ അവനെ അങ്ങോട്ട് പുറത്താക്കണ്ടേ? എന്തിനാ അവനെ പുറത്താക്കാത്ത? ഇതിന് വലിയ ആദർശം പറയുന്ന ആൾക്കാരാണല്ലോ. അതുപോലെ നമ്മുടെ കിങ്ങിണി പാലക്കാട്ട് വരാൻ ആഗ്രഹിച്ചു നിൽക്കുക എന്തോന്നു. കിങ്ങിണി വരേണ്ട താമസമുള്ളൂ. കിങ്ങിണിയൊക്കെ ജനങ്ങളുടെ വായിലിരിക്കണ ഇനി തെറി അല്ലാണ്ട് വേറെ എന്തേലും കേൾക്കുവോ? ഉറപ്പായിട്ടും കേൾക്കാൻ പോണതേ ഉള്ളു. കിങ്ങിണി കൂട്ടനും എല്ലാ കൂട്ടന്മാരും കേൾക്കും. ചെന്നിത്തല ഇപ്പൊ അവിടെ പോയോ? മിണ്ടണല്ലോ, ഒരനക്കവും ഇല്ല. ഇപ്പൊ കിട്ടി ഒതുങ്ങിയിരിക്കാൻ തോന്നണു. എന്തോ സംഭവം കിട്ടിയെന്ന് തോന്നണു. അപ്പൊ അവൻ ഒതുങ്ങി. അവൻ വേഗം പതുക്കെ ചള്ള വെച്ച് മാറിയിരിക്കുക. എന്റെ പേര് സെലീന. ഞങ്ങൾ മുണ്ടാക്കയത്തുനിന്ന്. ഞാൻ എല്ലാ ചാനലും എല്ലാം കണ്ടുപിടിക്കുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആ കുഞ്ഞിനെ ഇറക്കിക്കൊണ്ട് വന്നതേ. ഇനി എങ്കിലും ദൈവത്തെ ഓർത്ത് ആ കുഞ്ഞിന് നല്ലൊരു വായി കൊടുക്കുക. ഇവന്മാരെ ഇറങ്ങുമ്പോ അടുത്ത കേസ് ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുവോ കേക്കച്ചനും പാർട്ടിയും? പോക്സോ കേസ് അടക്കം ചാർത്തി വീണ്ടും ഇവനെ അകത്താക്കാനുള്ള പണി കേക്കച്ചനും സംഘവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഞാൻ പറയട്ടെ, അവൻ വെറും നിരപരാധിയല്ലേ. അവൻ എന്നാ തെറ്റ് ചെയ്തിട്ട് ഈ കാലന്മാര് കൊണ്ട് അതിന്റെ അകത്ത് ഇട്ടിരിക്കുന്നത്. ഞാൻ പറയാതിരിക്കുന്ന ഒക്കത്തില്ല. ഏത് വ്യക്തി ആയിക്കോട്ടെ, കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് BJP എന്നെ ആയിക്കോട്ടെ, അവനൊരു മനുഷ്യക്കുഞ്ഞല്ലേ. പോലീസുകാർക്ക് ഇത്ര ഒരു ദയനീയതയില്ല. അവന് ഇതൊക്കെ അനുഭവിക്കുമല്ലോ. ഇത് തലമുറകൾ അവൻ അനുഭവിക്കും. ആ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ കൊണ്ടിട്ടേല് ഈ പീഡിപ്പിക്കാത്ത പിണറായിയുടെ അവിടെ ആരുണ്ട്? പ്രേമിക്കാത്തവരും എല്ലാവരും ചെയ്യുന്നുണ്ടും എല്ലാവരും അവസരം കിട്ടുമ്പോൾ എല്ലാവരും ചെയ്യും. പാവം ആ ചെറുക്കന് നിങ്ങൾ നിരപരാധിയാണ്. ഇനിയായാലും നിങ്ങൾ ഞാനിപ്പോ ന്യൂസ് ഒരു ദിവസം പോലും കാണാത്തതില്ല. ഇതിൽ ആ കുഞ്ഞൻ ഇറങ്ങി വന്ന് സന്തോഷത്തോടെ അതിന്റെ വീട്ടിൽ ഇരിക്കട്ടെ. ഈ മാധ്യമപ്രവർത്തകർക്കാ
അത്ര സോക്കേട് കൂടുതലും. ആ കുഞ്ഞിനെ പാലക്കാട് തന്നെ അവിടുത്തെ ജനങ്ങളുടെ സംസാരം കേട്ടാൽ മതിയല്ലോ. പോലീസുകാരതിനെ ഈ തീമൊട്ട എറിഞ്ഞ് നിർത്തി കൊടുത്തിട്ടില്ലേ? അവന്മാർക്ക് മാറ്റി നിർത്താൻ അവന്റെ മേത്ത് കൊണ്ടോട്ടം നിർത്തല്ലേ ചീമൊട്ടേറ് കിട്ടിയത്. ഇതെല്ലാം നിങ്ങൾ വേണം പ്രതികരിക്കാൻ. ആ കുഞ്ഞിന് ഞങ്ങളുടെയൊക്കെ അന്വേഷണം, ദൈവം ആയുസ്സും ആരോഗ്യം ആ കുഞ്ഞിന് പ്രവർത്തിക്കാനുള്ള ശക്തിയും, ഇനി അവൻ നല്ലവനായി വരണം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. രാഹുൽ പുള്ളി തീർച്ചയായും അസംബ്ലി പോകണം. കാരണം പുള്ളിയുടെ കരളുറപ്പിനെ സ്നേഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. തൻ്റെ അടുത്ത് ഒന്നും ചെയ്യുകയില്ല. കുറെ പട്ടി ചുറ്റും നിന്ന് കുരയ്ക്കുമെന്നല്ലാതെ ആരും ഒരു പുല്ലും ചെയ്യുകയില്ല, ഒരാക്ഷനും എടുക്കുകയില്ല. ഇനി അതിനകത്തുനിന്ന് ഒരു അറസ്റ്റ് പിണറായിക്ക് ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് പുള്ളിയെ 10 ടൈംസ് കരുത്തനാക്കി, സപ്പോർട്ടുള്ളവനാക്കി, എന്തോ അതിന് പറയുന്നത്, ആളുകളുടെ ഹീറോ ആക്കി മാറ്റത്തേ ഉള്ളൂ. പുള്ളി അസംബ്ലി പോകാൻ പറ്റുമെങ്കിൽ പോവുക. ഒരു കാരണവശാലും എങ്ങോട്ടും ചായാതെ സ്വതന്ത്രനായി പാലക്കാട് നിൽക്കുക. അസംബ്ലി കഴിഞ്ഞ് അന്ന് തുടങ്ങി പാലക്കാട് പുള്ളിയുടെ പ്രസൻസ്. ആരും ഒന്നും ചെയ്യല. MLA പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട പോലീസിൻ്റെ പണിയാണ്. രാഹുലിനെ ആരും ഒരു മണ്ണാങ്കട്ടം ചെയ്യല. ഈ ഊള ഒച്ചയും വെപ്പിച്ചുകൊണ്ട് വരുന്നവനും അറിയാം ഇത് കള്ള കേസും അവനോടുള്ള അസൂയയും അവൻ്റെ ഫ്യൂച്ചർ നഷ്ടപ്പെടുത്താനും കുറേ ചെറ്റകൾ ചെയ്ത പണിയാണെന്നും അവരെക്കുറിച്ച് ഈ ഒച്ചയും വെച്ചുകൊണ്ട് പോകുന്നവർക്ക് അവരെക്കുറിച്ച് തന്നെ ഒരു മതിപ്പുണ്ട് സാറേ. അവർ ഗുഡ് ഫോർ നത്തിങ് ഇഡിയറ്റ്സ്. അതായത് ആൾക്കൂട്ടത്തിനിടെ മാത്രം പ്രതികരിക്കാൻ കഴിയുള്ള വെറും ഷണ്ണന്മാരാണെന്നുള്ള അവരെക്കുറിച്ച് അറിയാവുന്നേ. നമുക്ക് നമ്മളെ പറ്റി ഒരു അസസ്മെൻ്റ് ഇല്ലേ? സ്വന്തമായിട്ട് നിന്ന് വൻ മാർജിനിൽ ജയിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ കനത്ത അടി കിട്ടുന്ന ഒരു സ്ഥലം സതീശനും രമേശനും വേണുഗോപാൽ ഇപ്പോഴേ മാറിക്കഴിഞ്ഞു. ഞാൻ ഈ പരിപാടിക്കില്ലെന്ന് പറഞ്ഞു. അവർ രണ്ടുപേർക്കുമാണ് കനത്ത അടി കിട്ടാൻ പോകുന്നത്. പിന്നെ ഇപ്പം മനസ്സിൽ വെറുത്തു നിൽക്കുന്നവരും ഒരു സാഹചര്യം കിട്ടാനായിട്ട് നോക്കിയിരിക്കുന്നവനുമാണ് സുധാകരൻ തീർച്ചയായിട്ടും ഇവനെ ചവിട്ടിക്കൂട്ടും എന്ന് തന്നെയല്ല, മജോറിറ്റി സതീശനോട് വെറുപ്പുള്ളവരായിരിക്കും. പക്ഷേ മിണ്ടാ നിൽക്കുന്നത് സീറ്റിന് വേണ്ടിയാണ്, അല്ലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ്, അത് എവിടെങ്കിലും ഒരു പിടിവള്ളിക്ക് വേണ്ടി നിൽക്കുന്നവരാ. അവരെല്ലാം കൂടെ ചാടിക്കളിച്ചോളും. ഇവൻ നല്ല ഭൂരിപക്ഷത്തോളം വന്നാൽ അവൻ കൂളായിട്ട് ചിരിച്ചുകൊണ്ട്, അവൻ്റെ ആ ചിരിക്കുണ്ടല്ലോ ആറ്റം ബോംബിൻ്റെ പവറാ. അവൻ്റെ ആ ചിരിക്കുണ്ടല്ലോ ആറ്റം ബോംബിൻ്റെ പവറാ. ഓടാ പുല്ലുകളെ എന്ന് മുഖത്ത് നോക്കി വിളിക്കുന്നതിന് സമമാണ് പുള്ളിയുടെ ചിരി. നമ്മൾ സത്യം പറയാനില്ല, രാഹുലിനെ തലമണ്ടയിൽ ആൾതാമസമുള്ളവൻ സ്നേഹിക്കും. കാരണം ഇവനാണ് യഥാർത്ഥ ഒരു നേതാവല്ല, ഒരു മിനിസ്റ്റർ. ഈ കേരളം ഭരിക്കാൻ കഴിവുള്ള ഹോം മിനിസ്റ്ററിക്ക് പറ്റിയ ഒരു സ്യൂട്ടബിൾ മിനിസ്റ്റർ. അവൻ്റെ കൂടെ നിൽക്കാൻ പോലീസുകാർക്കും സന്തോഷമായിരിക്കും. കോഴിക്കോട് നിന്നാണ്. പേര് കൃഷ്ണക്കുറുപ്പ്. നമ്മളെ രാഹുൽ മാക്കൂടത്തിലുണ്ടല്ലോ, മൂപ്പന് ഇനി ഒരു ഇതും നോക്കിക്കൂടിയോ? മൂപ്പന് ഒരു സ്വൈര്യം കൊടുക്കുന്നില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് ഉള്ള നടപടി എടുത്തുകൂടെ? കള്ളക്കേസല്ലാണ് ഇന്നെ എങ്ങനെ കൊടുക്കുന്നതെന്നും പറഞ്ഞിട്ട് അങ്ങനെയൊന്നും നീ ചെയ്തുകൂടെ രാഹുലിന്? അതാണ് നമ്മൾ പറയുന്നത്. എത്രയും വേഗം ഹൈക്കോടതിയെ സമീപിക്കുക. ഇത് തന്നെ വ്യക്തിവൈരാഗ്യം മൂലം തന്റെ രാഷ്ട്രീയ ജീവിതവും തന്റെ വ്യക്തി ജീവിതവും നശിപ്പിക്കുന്നതിന് വേണ്ടി കരുതി കൂട്ടിയുള്ള വേട്ടയാണെന്ന് ബഹുമാനപ്പെട്ട കോടതിയെ ബോധിപ്പിക്കുവാനാണ് നമ്മൾ പറയുന്നത്. അതെ, അതൊന്നും ചെയ്തൂടെ സാധുവിന്? നമ്മളത് പറയുന്നുണ്ട്, നമ്മളത് പറഞ്ഞല്ലോ. ഒരുത്തനൊരു ജീവിതം ഉണ്ടെങ്കിൽ തുലയ്ക്കാൻ നോക്കി നടക്കുന്ന ഈ കേകച്ചനെ പോലത്തെ ഈ രമേശനെ പോലത്തേനൊക്കെ ഇങ്ങനെ ചെയ്താൽ എന്താ ചെയ്യാ? ഓർക്ക് മാത്രം മതി. ഇത് ജനങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് കേക്കച്ചനും സംഘവുമാണ് ഇതിന്റെ പിന്നിൽ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലായില്ലേ? അതെന്ത് ചോദിക്കാനാ? ഇതെല്ലാവർക്കും അറിയാം. വരുന്ന തെരഞ്ഞെടുപ്പില് രാഹുൽ പാലക്കാട്ടും പറവൂരും സ്വതന്ത്രനായിട്ട് മത്സരിച്ചാൽ എന്റെ അഭിപ്രായം രാഹുൽ ജയിക്കൂ, അല്ലെങ്കിൽ തോൽക്കും, രണ്ടാളൊന്നും നടക്കും. ഓൻ ജയിക്കും എന്നുള്ള എനിക്ക് പൂർണ്ണ വിശ്വാസം. ഓനെ എത്ര ആളുണ്ട്, പെണ്ണുങ്ങളും ആണുങ്ങളും ബാക്കി എല്ലാരും അമ്മമാരും കുട്ടികളും ഒക്കെ തന്നെ ഓന്റെ കൂട്ടത്തില്. ഓന് വേണ്ടിയിട്ട് അപ്പം ഉണ്ടാക്കിക്കൂടെ അവന്? ഞാൻ പറയുമ്പോ ഇതൊരു ഓന്റെ ഈ കേക്കച്ചന്റെ പേരിൽ ഒരു കേസ് കൊടുക്കുക വേണ്ടത്. അതാ ഞാൻ പറയുന്നത്. അവന്റെ പേരിൽ എത്ര കേസ് വന്നു? പുനർജനി തട്ടിപ്പ് കേസ്, പിന്നെ പറവൂരി തന്നെയുള്ള വേറൊരു പെണ്ണുമ്പിള്ള പറയുന്ന കേട്ടില്ല ഇവനെ കുറിച്ച്. അതിനൊന്നും ആർക്കും പരാതിയില്ല, പ്രശ്നവുമില്ല. അതെ, രാഹുലിനെതിരെയാണ് കൂട്ടി കൊടുത്തിട്ട് ഒരൊറ്റ പരാജയം കൊടുത്ത് എങ്ങനെയൊക്കെ ചെയ്ത് ഇത്രയും ആൾക്കാരെങ്ങനെ ചെയ്തു. ഒരുത്തനെ കൊല്ലാൻ നോക്കി, മറ്റേ ഇയാളെ കൊല്ലാൻ നോക്കിയില്ലേ? അതൊക്കെ വെച്ചിട്ട് കൊടുത്തൂടെ?
ഇവന്റെ പണി ഇതാണെന്നും പറഞ്ഞ് കൊടുത്തു എന്താ കേസെടുക്കല്ലേ? കോടതിയെയാണ് ബോധിപ്പിക്കേണ്ടത്. അതെ, കോടതിക്ക് കൊടുക്കുക, കോടതിയോട് ബോധിപ്പിക്കുക. എനിക്കിങ്ങനെയാണ്, എനിക്ക് നാട്ടിൽ ജീവിക്കണം, എനിക്കൊരു സ്വൈര്യം വേണം, അതിന് കോടതി എന്നെ ആക്കി തരണമെന്നും പറഞ്ഞ് കോടതിക്ക് പരാതി കൊടുക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.